ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമുക്ക് ഈ ഒരു വീഡിയോയിൽ എങ്ങനെ ഈ സോഫ്റ്റ്വെയറിൽ മൾട്ടിപ്പിൾ യൂസേഴ്സിനെ ആഡ് ചെയ്യാം, അതുപോലെ തന്നെ ഓരോ യൂസേഴ്സിനും എന്തൊക്കെ റോൾസ് അസൈൻ ചെയ്യാം എന്നൊക്കെ നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ഒരു ജനറൽ ടാബിലേക്ക് വരിക. ഇവിടെ നമുക്ക് യൂസേഴ്സ്, റോൾസ്, യൂസേഴ്സ് എന്നിങ്ങനെ രണ്ട് മെനു ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് യൂസർ റോൾസ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ഓൾറെഡി ഒരു അഡ്മിൻ എന്ന് പറയുന്നൊരു റോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഡിഫാൾട്ടായിട്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു റോളിൽ നമുക്ക് ഈ സോഫ്റ്റ്വെയറിലുള്ള എല്ലാ മെനൂസും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് പുതിയൊരു റോൾ ക്രിയേറ്റ് ചെയ്യാം. ജസ്റ്റ് സെയിൽസ്മാൻ കൊടുക്കാം. അതിലിപ്പോൾ സെയിൽസ്മാന് എന്തൊക്കെ ഓപ്ഷൻസ് ആണ് വേണ്ടതെന്ന് നമുക്കിവിടെ ടിക്കറ്റ് കൊടുക്കാം. അതായത് നമുക്ക് ക്രിയേറ്റ് കമ്പനി, ക്രിയേറ്റ് ന്യൂ റോൾ, ക്രിയേറ്റ് ന്യൂ യൂസർ, ബാക്കപ്പ് ഡാറ്റാബേസ്, അങ്ങനെ ഈ സോഫ്റ്റ്വെയറിലുള്ള എല്ലാ മെനൂസിലേക്കുള്ള ആക്സസ് നമുക്ക് ഇവിടെ നിന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമുക്ക് സെയിൽസ് എന്നുള്ളൊരു ഓപ്ഷൻ മാത്രം ടിക്കറ്റ് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് സെയിൽസ് റേറ്റ് എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. അപ്പം തന്നെ സെയിൽസ് ഡിലീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടെ കൊടുക്കാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് സെയിൽസ് മാത്രം ടിക്കറ്റ് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ റോള് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ റോള് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു യൂസർ ക്രിയേറ്റ് ചെയ്യാം. ഞാനിപ്പം ജസ്റ്റ് ഒരു സെയിൽസ്മാൻ മറ്റൊരു യൂസർ ക്രിയേറ്റ് ചെയ്യണം. റോൾ നമുക്ക് സെയിൽസ്മാൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. പാസ്വേഡ് 123 എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ യൂസർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യാം. ആപ്ലിക്കേഷൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് മുന്നേ കൊടുത്തിട്ടുള്ള യൂസർ നെയിമും പാസ്വേഡും ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് ലോഗിൻ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലോഗിൻ ചെയ്തിട്ടുള്ള യൂസർ നമുക്ക് ഇവിടെ കാണാം, യൂസർ സെയിൽസ്മാൻ. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ ഹോം സ്ക്രീനൊന്നും ആക്സസ് ഇല്ല. അതുപോലെ തന്നെ എല്ലാ മെനൂസും ഡിസേബിൾഡ് ആണ്. നമുക്ക് ജസ്റ്റ് നോക്കാം. എല്ലാ മെനൂസും ഇവിടെ ഡിസേബിൾഡ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ഒരു റിപ്പോർട്ട്സും നമുക്കിവിടെ കാണാൻ പറ്റില്ല. അപ്പോൾ നമുക്കിവിടെ സെയിൽസ് എന്നുള്ള ഓപ്ഷൻ മാത്രമേ എനേബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്കത് സെയിൽസ് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് ഐറ്റം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊന്നെങ്കിൽ നമുക്ക് ജസ്റ്റ് ഈ ഒരു ഐറ്റം കോഡ് പ്രസ് ചെയ്തിട്ട് നമുക്ക് എൻ്റർ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ഐറ്റം നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഐറ്റംസും ലിസ്റ്റ് ആയി വരും. ഇവിടെ നമുക്ക് ഐറ്റം സെലക്ട് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇവിടെ തന്നെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇവിടുന്ന് ഐറ്റത്തിൻ്റെ പേര് നമ്മൾ ടൈപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് എൻ്റർ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിവിടെ ഫിൽറ്റർ ആയി കിട്ടും. ഇവിടെ നമുക്ക് ഐറ്റം സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇത് നമുക്ക് ജസ്റ്റ് ഇവിടെ ഈ ഒരു പ്രൈസ് നമുക്ക് അവിടെ നമ്മുടെ ഐറ്റം മാസ്റ്റർ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രൈസ് ഡിഫോൾട്ടായിട്ട് നമുക്ക് ഇവിടെ കിട്ടും. ഇത് നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല, നമുക്ക് അത് നമ്മൾ എനേബിൾ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ സെയിൽസ്മാൻ ഈ ഒരു സെയിൽ സേവ് ചെയ്യാൻ മാത്രമേ പറ്റൂ. ഓക്കെ, നമുക്ക് ബാക്കി എല്ലാ മെനൂസും തന്നെ നമുക്കിവിടെ ഡിസേബിൾ ആണ്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒരു ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യാം. നമുക്കിനി അഡ്മിനായിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാം. ഓക്കെ, നമുക്കിവിടെ സെറ്റിങ്സിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഐറ്റംസ്, നമുക്ക് ഡാറ്റാബേസ് ബാക്കപ്പ് ചെയ്യാനുള്ള, ഓട്ടോ ബാക്കപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ടാക്സ്, നമുക്ക് ആവശ്യമുള്ളതുപോലെ തന്നെ നമുക്ക് ടാക്സ് എന്തൊക്കെ ടാക്സ് ആണ് വേണ്ടതെന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ജസ്റ്റ് തീംസ്, നമ്മുടെ ഈ സോഫ്റ്റ്വെയർ തീംസ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഐറ്റംസ് എന്ന ടാബിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു LC കോഡ് സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് നമുക്ക് നമ്മുടെ ഐറ്റത്തിൻ്റെ റേറ്റ്, കോസ്റ്റ് എത്രയാണെന്നുള്ളത് നമുക്ക് ബാർകോഡിലൊക്കെ പ്രിന്റ് ചെയ്ത് തരണമെങ്കിൽ, അതുപോലെ തന്നെ നമുക്ക് ഐറ്റം സെയിൽ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് നമുക്ക് അതിൻ്റെ ഒരു കോസ്റ്റ് കിട്ടാൻ നമുക്കൊരു കീവേഡ് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും.
ആ ഒരു കീ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് മൾട്ടിപ്പിൾ ലാംഗ്വേജ് സപ്പോർട്ടഡ് ആണ്. നമുക്ക് നമ്മുടെ ഐറ്റത്തിൻ്റെ ഏതാണ് ലാംഗ്വേജ്, നമ്മുടെ പ്രിൻ്റ് ഔട്ടിൽ ഇൻവോയ്സ് നമുക്ക് വേറൊരു ലാംഗ്വേജ് വേണമെങ്കിൽ നമുക്ക് ആ ലാംഗ്വേജ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് നമ്മുടെ ഒരു ഐറ്റം ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൽ പ്രിൻറ്റിലേക്ക് വന്നോളും. പിന്നെ നമ്മുടെ ഐറ്റത്തിൻ്റെ കോസ്റ്റ് കാൽക്കുലേഷൻ അത് ഓട്ടോമാറ്റിക്കാണോ അതോ പർച്ചേസ് റേറ്റ് ആയിട്ട് നമുക്ക് കോസ്റ്റ് സെറ്റ് ആവണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. അതല്ലെങ്കിൽ ലാസ്റ്റ് പർച്ചേസ് ചെയ്തിട്ടുള്ള റേറ്റ് ആണ് നമ്മുടെ കോസ്റ്റ് ആയിട്ട് സെറ്റ് ആവേണ്ടതെങ്കിൽ നമുക്ക് അത് ടിക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഈ ഒരു ഐറ്റം മാസ്റ്റർ വരുന്ന ബാർകോഡ് വാലിഡേഷൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഡ്യൂപ്ലിക്കേറ്റ് ബാർകോഡ് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ അൺടിക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ റീഓർഡർ നോട്ടിഫിക്കേഷൻ, അതായത് ഈ ഒരു ഓപ്ഷൻ നമുക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു റീഓർഡർ ക്വാണ്ടിറ്റി സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ആ ഒരു സ്റ്റോക്കിൽ കുറഞ്ഞ ഐറ്റംസ് നമുക്ക് ജസ്റ്റ് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. പിന്നെ പർച്ചേസ് ടാബിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക്കായി റൗണ്ട് ഓഫ് ആവാനുള്ള ഓപ്ഷൻ, അതുപോലെ തന്നെ B2C സെയിൽസിൻ്റെ പ്രിഫിക്സ് സെറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കൊരു ന്യൂ ഐറ്റം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമുക്ക് ഒരു ഐറ്റം ഇപ്പോൾ ഒരു 100 രൂപയ്ക്ക് വാങ്ങി, പിന്നെ അടുത്ത പ്രാവശ്യം നമുക്കൊരു 200 രൂപയ്ക്കാണ് ആ ഐറ്റം നമുക്ക് നമ്മുടെ ഷോപ്പിലേക്ക് കിട്ടുന്നതെങ്കിൽ നമുക്കൊരു പുതിയൊരു ബാച്ചായിട്ട് ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ്. അത് നമുക്കിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് സെയിൽസിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമ്മുടെ ഷോ കോസ്റ്റ് വാലിഡേഷൻ, അതായത് നമുക്ക് ഇത് ടിക്കറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സെയിൽ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഐറ്റം നമ്മുടെ റേറ്റ് കോസ്റ്റിലും കുറവാണെങ്കിൽ നമുക്കൊരു വാലിഡേഷൻ, നമുക്ക് അവിടെ ഒരു മെസ്സേജ് കിട്ടും. അതായത് ഒരു 100 രൂപ കോസ്റ്റുള്ള ഒരു ഐറ്റം ആണെങ്കിൽ നമ്മളതൊരു 75 രൂപയ്ക്കാണ് വിൽക്കുന്നതെങ്കിൽ നമുക്ക് ആ ഒരു 25 രൂപ നമുക്ക് ലോസാണ്. അപ്പോൾ ആ ഒരു വാലിഡേഷൻ നമുക്കൊരു മെസ്സേജ് നമുക്കിവിടെ കിട്ടും. അതുപോലെ തന്നെ സെയിൽസ് ബ്ലോക്ക് ചെയ്യാൻ, നഷ്ടത്തിലാണ് നമ്മൾ സെയിൽ ചെയ്യുന്നതെങ്കിൽ അത് നമുക്ക് ബ്ലോക്ക് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ പ്രിന്റിൽ കമ്പനി ഡീറ്റെയിൽസ് കാണിക്കണോ വേണ്ടോ അങ്ങനെയുള്ള ഒരു കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഷോ കോസ്റ്റ് ഓൺ മൗസ് ഓവർ, നമുക്കൊരു സെയിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു കോസ്റ്റ് എത്രയാണെന്നുള്ളൊരു കോസ്റ്റ് നമുക്ക് അവിടെ കിട്ടണമെങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഇട്ട് കൊടുക്കാം. പിന്നെ അങ്ങനെ ഓട്ടോ റൗണ്ട് ഓഫ്, അതുപോലെ തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമുക്കിതിൽ. പിന്നെ ലോയൽറ്റി ടാബിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കസ്റ്റമർ ലോയൽറ്റി സെറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ്. പിന്നെ പ്രിൻ്റർ സെറ്റിങ്സ്, പിന്നെ നമുക്ക് മൊബൈലിൻ്റെ ഒരു സെറ്റിങ്സ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഒരു റിപ്പോർട്ട് കാണാൻ വേണ്ടി നമുക്കൊരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ ആ ഒരു മൊബൈൽ ആപ്ലിക്കേഷനിൽ ലോഗിൻ ചെയ്യാനുള്ള ക്രെഡൻഷ്യൽസ് നമുക്കിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ എങ്ങനെയാണ് ഏത് സമയത്താണ് നമുക്ക് ഈ ഒരു ഡാറ്റ സിങ്ക് ആവേണ്ടത് എന്നുള്ളത് നമുക്കിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു പ്രത്യേക സമയത്താണ് നിങ്ങൾക്ക് ഡാറ്റ മൊബൈൽ ആപ്ലിക്കേഷനിലേക്ക് സിങ്ക് ആവേണ്ടതെങ്കിൽ നമുക്ക് ആ ഒരു ടൈം ഇവിടെ സെറ്റ് ചെയ്തിട്ട് ഈ ഒരു ആക്റ്റീവ് എന്നുള്ള ചെക്ക് മാർക്ക് കൊടുക്കാം. അതല്ല നമുക്ക് മാനുവലായിട്ടാണ് നമുക്കിവിടെ സിങ്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മാനുവൽ കൊടുക്കാം. ഇപ്പോൾ നമുക്ക് വേണ്ട സമയത്ത് നമുക്ക് ജസ്റ്റ് സിങ്ക് ചെയ്ത് കൊടുത്താൽ മതിയാവും. അതല്ലെങ്കിൽ എവരി മിനിറ്റ്സ് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ എവരി ഹവേഴ്സ് വേണമെങ്കിൽ ഇത് കൊടുക്കാം. ഓക്കെ, ഈ ഒരു ഓപ്ഷനാണ് എനേബിൾ ആവേണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ആക്റ്റീവ് എന്നുള്ള ചെക്ക് ബോക്സ് അൺചെക്ക് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു മാനുവൽ എവരി ടൈം അല്ലെങ്കിൽ ഹവേഴ്സ് വർക്കാവും, അല്ലെങ്കിൽ ഈ ഒരു നമ്മളിവിടെ കൊടുത്തിട്ടുള്ള ടൈമിനനുസരിച്ചാവും സിങ്ക് ആവുക. പിന്നെ നമുക്ക് അക്കൗണ്ട് സെറ്റിങ്സ് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് സെറ്റ് ആയിക്കോളും, നമ്മുടെ ഡിഫോൾട്ട് അക്കൗണ്ട്സ്. പിന്നെ രജിസ്റ്റർ ജസ്റ്റ് നമ്മുടെ പ്രൊഡക്റ്റ് കീ അതുപോലെ തന്നെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മൊബൈൽ ആപ്ലിക്കേഷൻ നമുക്ക് അവിടെ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യാം. പിന്നെ നമുക്ക് ഇൻവെൻ്ററി ടാബിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഡാറ്റ നമുക്കിവിടെ എല്ലാ ഐറ്റംസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഡാറ്റയും നമുക്കിവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഐറ്റം നമുക്ക് എഡിറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് എല്ലാ ടേബിൾസിലും നമുക്കിവിടെ ഒരു കോളം സെറ്റിങ്സ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. നമുക്ക് ആവശ്യമുള്ള കോളംസ് മാത്രം നമുക്ക് ഈ ഒരു ടേബിൾ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതുപോലെ തന്നെ സെയിൽ ചെയ്യുന്ന സമയത്താണെങ്കിലും നമുക്ക് ഇവിടെ ഇപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു ഐറ്റം എൻ്റർ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്കിവിടെ അതിൻ്റെ
പ്രോഫിറ്റ് എത്രയുണ്ട്, അതുപോലെ തന്നെ കോസ്റ്റ് എത്ര, പർച്ചേസ് റേറ്റ് എത്ര, ഇതൊക്കെ നമുക്ക് ഈ ഒരു ഇവിടെ തന്നെ കാണാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ജസ്റ്റ് ഇവിടെ മൗസ് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു പർച്ചേസ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കോസ്റ്റ് ഓട്ടോമാറ്റിക്കലി സെറ്റ് ആവും. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു മൗസ് ഇവിടെ വെക്കുമ്പോൾ തന്നെ അതിൻ്റെ കോസ്റ്റ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതല്ലാതെ നമുക്ക് ഇവിടെയും കറണ്ട് കോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കോളംസ് ഇപ്പോൾ നമുക്ക് ഈ ഒരു സെയിൽസ് വിൻഡോയിലുണ്ട്. നമുക്ക് വേണ്ട കോളംസ് മാത്രം നമുക്ക് ഈ ഒരു ഷോ കോളം സെറ്റിങ്സിൽ എടുത്തിട്ട് നമുക്ക് അവിടുന്ന് നമുക്ക് വേണ്ട കോളംസ് മാത്രം നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഓക്കെ. പിന്നെ ഇതേ ഓപ്ഷൻ നമുക്കിവിടെ ഐറ്റം സെലക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് വേണ്ട കോളംസ് നമുക്ക് ഇവിടെ ഫിൽറ്റർ ചെയ്ത് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഒരു ഒറ്റ പ്രാവശ്യം ചെയ്താൽ മതി. അടുത്ത പ്രാവശ്യം നമുക്ക് ഈ ഒരു വിൻഡോ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുള്ള കോളംസ് മാത്രമേ ലിസ്റ്റ് ആയിട്ട് വരൂ. ഓക്കെ, ഇവിടെ നിന്ന് നമുക്ക് പ്രീവിയസും നെക്സ്റ്റും സെയിൽസും കാണാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓട്ടോമാറ്റിക് റൗണ്ട് ഓഫ്, പിന്നെ നമുക്ക് എന്തെങ്കിലും സർചാർജ് ഉണ്ടെങ്കിൽ നമുക്കിവിടെ അത് എൻ്റർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, പിന്നെ നമുക്ക് യൂസർ റോൾസിൽ നമുക്ക് കൂടുതലായിട്ടുള്ള എന്തൊക്കെയാണെന്ന് ജസ്റ്റ് നോക്കാം. നമുക്കിവിടെ എല്ലാ മെനൂസും തന്നെ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതുപോലെ തന്നെ ഈ ഷോ കോളം സെലക്ടർ എന്നാണ് പറയുന്നത് ഉള്ള ചെക്ക് ബോക്സ് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു കോളം സെറ്റിങ്സ്, അതായത് ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഒരു സെയിൽസിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ കോളം സെറ്റിങ്സ് എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ എനേബിൾ ആവുകയുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ സെയിൽസ്മാൻ ഈ ഒരു ഓപ്ഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം സെയിൽസ്മാൻ ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രോഫിറ്റ് എത്രയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ കാണും. അപ്പോൾ നമ്മുടെ സെയിൽസ്മാന് യൂസർ റോൾസിൽ സെയിൽസ്മാൻ എന്ന് പറയുന്ന ആൾക്ക് റോളിന് നമുക്ക് ഈ ഒരു ഷോ കോളം സെലക്ടർ എന്നുള്ളൊരു ഓപ്ഷൻ ചെക്ക് ചെയ്യാതിരിക്കാം. നമുക്ക് അതായത് സെയിൽസ്മാൻ എന്ന് പറയുന്ന ലോഗിൻ ചെയ്യുക ഫസ്റ്റ്. എന്നിട്ട് ആ ഒരു സെയിൽസ്മാൻ എന്ന് പറയുന്ന ആൾക്ക് എന്തൊക്കെ കോളംസ് വേണമെന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം വന്നിട്ട് നമുക്ക് ഈ ഒരു സെയിൽസ്മാന് ഈ ഒരു ഷോ കോളം സെലക്ടർ എന്നുള്ളൊരു ഓപ്ഷൻ അൺചെക്ക് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ സെയിൽസ്മാൻ ലോഗിൻ ചെയ്യുമ്പോൾ ആവശ്യമായിട്ടുള്ള ഡാറ്റ മാത്രമേ നമുക്ക് ഇവിടെ കാണാൻ പറ്റൂ. പിന്നെ ഈ ഒരു ഓപ്ഷൻ നമുക്ക് സെയിൽസ്മാന് കിട്ടുകയുമില്ല. ഓക്കെ, എന്തായാലും താങ്ക്സ് ഫോർ വാച്ചിങ്.